ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസത്തെ പാചകമാണ്. അതായത് മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു അവലുപ്മാവും, ലഞ്ചിന് ഒരു തട്ടിക്കൂട്ടി തലശ്ശേരി ചിക്കൻ ബിരിയാണിയും, ഡിന്നറിന് ജസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള 2 ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് രാവിലത്തേക്കുള്ള അവലുപ്മാവ് ഉണ്ടാക്കാം. അതിനായിട്ട് മട്ട അവൽ ഇതുപോലെ 2 തവണ ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഉപ്പുമാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സവാള, ഒരു ചെറിയ ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. അവല് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉലർത്തിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ അവല് കഴുകിയെടുത്ത വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവലിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അവലുപ്മാവ് ഉണ്ടാക്കുമ്പോൾ അവൽ നമ്മൾ അധിക നേരം കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതങ്ങ് ഹാർഡായി അരി പോലെ ഇരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അവലുപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അവസാനം കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം തേങ്ങ ചേർത്താൽ കുട്ടികളൊന്നും കഴിക്കില്ല. ഇതുപോലെ വെറുതെ കഴിക്കാനാണ് അവർക്കൊക്കെ ഇഷ്ടം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു അവലുപ്മാവിൽ ക്യാരറ്റൊക്കെ ചേർത്തത് കൊണ്ട് ഇത് വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പഴം കൂട്ടിയും കഴിക്കാം. അവല് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ ലഞ്ചിന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി റെസിപ്പീസിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ഈ ഒരു രീതിയിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. ഇതിനധികം സവാള വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ, എത്ര ഗസ്റ്റ് ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ആ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സവാളയുടെ പച്ചക്കുത്തൽ മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അല്ലാതെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് വഴറ്റിയെടുക്കുന്നത് പോലെ കുറേ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 4 വെളുത്തുള്ളി മുഴുവനായും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിന് ഏത് ബിരിയാണി ആയിക്കോട്ടെ, ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന ഇഞ്ചിയുടെ അളവ് നമ്മൾ എടുക്കുന്ന വെളുത്തുള്ളിയുടെ അളവിൻ്റെ പകുതിയായിരിക്കണം. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോയാൽ ഭയങ്കരമായിട്ട് ആ ഒരു കുത്തലുണ്ടാകും. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കും മൊത്തത്തിൽ ആ ഒരു കുത്തലുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ്. അപ്പോൾ അതെല്ലാവരും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തലശ്ശേരി ബിരിയാണിയിലൊക്കെ നമ്മൾ അധികം മസാലപ്പൊടികൾ ചേർക്കില്ല. ഈ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോൾ ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്തലൊക്കെ മാറി. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു തക്കാളി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇത് 1/2 കിലോ ചിക്കൻ അനുസരിച്ചിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ തക്കാളി ഒന്നും വഴറ്റിയെടുക്കുന്നില്ല, ഈ ചിക്കൻ്റെ കൂടെ അങ്ങ് ചേർക്കുക ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ചിക്കൻ്റെ കളറ് ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ തലശ്ശേരി ബിരിയാണിയിൽ ഒരിക്കലും മുളക് പൊടി ഇടില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ആണെങ്കിൽ മുളക് പൊടി ഇടും. അല്ലാതെ ചിക്കൻ വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ആണെങ്കിൽ തലശ്ശേരി ബിരിയാണിയിൽ ഒരിക്കലും മുളക് പൊടി ഇടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തലശ്ശേരി ബിരിയാണിയിൽ ഇതുപോലെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് മല്ലിയിലയും 3/4 കപ്പ് പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെള്ളം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ടേസ്റ്റ് കൂടാനുള്ള രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചിക്കൻ്റെ ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെക്കണം. അധികമൊന്നും വേണ്ട. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ബിരിയാണി ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിനി ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ചിക്കനും റൈസും ഒരു ലെയറായിട്ടേ ഇടാനുള്ളൂ. നിങ്ങളിനി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ലെയർ ഇടാനുള്ള ചിക്കനും ഗ്രേവിയും മാത്രം ഇതിൽ വെച്ച് ബാക്കിയുള്ളത് എടുത്ത് മാറ്റി വെച്ച് പിന്നീട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയറായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഗ്രേവിക്ക് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഗരം മസാലയാണ് മുകളിൽ ഇതുപോലെ വിതറി കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. പുതിനയില ഞാൻ ഇതുപോലെ തണ്ടോട് കൂടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്ത് മാറ്റുകയും ചെയ്യാം. അതേസമയം അതിൻ്റെ ഫ്ലേവർ ആ റൈസിൽ ഇറങ്ങിയിട്ടും ഉണ്ടാകും.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 3 ടേബിൾ സ്പൂൺ ഗ്രേവി ഈ ഒരു റൈസിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. ഇത് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കണം. നിങ്ങൾക്കിനി വേണമെങ്കിൽ കാഷ്യൂ നട്ട്സും സവാളയൊക്കെ ഫ്രൈ ചെയ്തത് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ അധികം കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ദം ചെയ്ത് വെച്ച ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ചൂടോട് കൂടി ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ലാസ്റ്റ് ആ ഒരു ഗ്രേവി ഒഴിച്ച് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് റൈസിനൊക്കെ ഒരു അത്യാവശ്യം കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തട്ടിക്കൂട്ട് തലശ്ശേരി ബിരിയാണി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ ഒരു ബിരിയാണി മാത്രമേ ഉണ്ടാക്കൂ. അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാത്തതായതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ പോലും ഈ ഒരു ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ബീട്രൂട്ട് അച്ചാർ എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി വീട്ടിലുള്ളതായിരുന്നു. കൂടെ ഒരു കുക്കുംബർ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്കവാറും ചിക്കൻ ബിരിയാണി ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, നമ്മുടെ പണിയും എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയായി. ഇനി നമുക്ക് ഡിന്നർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ലഞ്ച് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഡിന്നർ വളരെ സിമ്പിളായിട്ടുള്ള, അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ വെജിറ്റബിൾ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കാം. ഞാനിവിടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെജിറ്റബിൾസ് കുറച്ച് ബ്രോക്കലി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോളിഫ്ലവറും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീൻസ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോളിഫ്ലവറും ബ്രോക്കലിയും ഞാൻ ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് കൂടി ഇടുമ്പോൾ അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചോളും. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പൊട്ടറ്റോയും അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കൊന്നും വേണ്ട, ഒരു ഹാഫ് ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് കോരിയെടുത്ത ശേഷം വേണമെങ്കിൽ നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൽ ബാക്കിയുള്ള വെള്ളം കൂടി അങ്ങ് ഊറ്റിക്കളയാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ വെളുത്തുള്ളി ബട്ടറിൽ കിടന്ന് ചൂടാകുമ്പോൾ അതിന് നല്ലൊരു മണവും കിട്ടും, അതേസമയം അത് ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റും കൊടുക്കും. വെളുത്തുള്ളി നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അര കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഈ വെജിറ്റബിൾസ് വേവിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ അതിന് പിടിച്ചിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഈ ഒരു ബട്ടറിൽ ഒരു 3-4 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ച ചിക്കൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായി ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അതുകൂടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണിത്. വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം കൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് ഒന്നും മറക്കണ്ട. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.